ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഫെസോ എക്സാം പാർട്ട് 10 ആണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. സെക്ഷൻ 41 ആണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 41 പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് എവിടെയൊക്കെ ചെന്ന്, അതായത് ഫുഡ് റിലേറ്റഡ് ബിസിനസ്സിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടാൽ അവിടെ ചെന്ന് പരിശോധിച്ച് നിയമ നടപടികൾ എടുക്കാം. അപ്പോൾ അത് ആരെയൊക്കെ അറിയിക്കണം, എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 41 പറയുന്നത്. പവർ ഓഫ് സെർച്ച്, സീസർ, ഇൻവെസ്റ്റിഗേഷൻ, പ്രോസിക്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ദെയറോഫ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് contained in subsection 2 of section 31, the food safety officer may search any place. ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ഏത് സ്ഥലത്ത് ചെന്നിട്ടും സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. സീസ് എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഓർ അഡൾട്ടറൻറ്റ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫുഡ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ, അതുപോലെ തന്നെ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സീസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പവറും ഉണ്ട്. എങ്ങനെയാണെങ്കിൽ, ഇഫ് ദർ ഈസ് റീസണബിൾ ഡൗട്ട് അബൌട്ട് ദം ബീങ് ഇൻവോൾവ്ഡ് ഇൻ കമ്മീഷൻ ഓഫ് എനി ഒഫൻസ് റിലേറ്റിംഗ് ടു ഫുഡ്. ഇവർ ഫുഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിയമമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇവർക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് കിട്ടുക, അതല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുക ചെയ്യുകയാണെങ്കിൽ അത് പോയി പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. ഷാൽ ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓഫ് ദ ആക്ഷൻസ് ടേക്കൺ ബൈ ഹിം ഇൻ റൈറ്റിംഗ്. അതുപോലെ തന്നെ എന്ത് ആക്ഷനാണോ എടുത്തിട്ടുള്ളത്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ആക്ഷനാണോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക് റൈറ്റിങ്ങിലൊരു ഇൻഫർമേഷൻ കൊടുക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ അടുത്ത എന്താണ്, പ്രൊവൈഡഡ് ദാറ്റ് നോ സെർച്ച് ഷാൽ ബി ഡീംഡ് ടു ബി റെഗുലർ ബൈ റീസൺ ഓൺലി ഓഫ് ദ ഫാക്ട് ദാറ്റ് witness for the search are not inhabitants of the locality in which the place searched is situated. അതുപോലെ തന്നെ ഈ ഫുഡ് ബിസിനസ് നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളും അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററും ഫുഡ് ബിസിനസ് നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഒരേ സ്ഥലത്തല്ല എന്നുള്ള കാരണം കൊണ്ട് ഈ സെർച്ച് ഒരിക്കലും ഇറഗുലറായി പോവില്ല. അത് വാലിഡിറ്റി ഉണ്ട്. കാരണം അതിപ്പോൾ ഒരു രണ്ട് സ്ഥലത്താണെങ്കിലും ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്ന് പരിശോധിച്ചാൽ അതിന് വാലിഡിറ്റി ഉണ്ട്. പ്രൊവിഷൻസ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 റിലേറ്റിംഗ് ടു സെർച്ച്. അതായത് 1973 ക്രിമിനൽ പ്രൊസീജിയേഴ്സിൽ പറഞ്ഞിട്ടുള്ള സെർച്ചിനെ കുറിച്ച്, സെർച്ച്, സീസർ, സമ്മൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ആ നടപടിക്രമങ്ങളൊക്കെ ഇതിലും ബാധകമായിരിക്കും. അപ്പോൾ 1973 ക്രിമിനൽ കോഡ് നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതിൽ എങ്ങനെയാണോ നടപടിക്രമങ്ങൾ അതെല്ലാം ഇതിലും ബാധകമായിരിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സെർച്ചിലും ബാധകമായിരിക്കും. ഇനി സെക്ഷൻ 42 ആണ്. അപ്പോൾ സെക്ഷൻ 41 നമ്മൾ മനസ്സിലായി എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 41. സെക്ഷൻ 42 എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫോർ ലോഞ്ചിങ് പ്രോസിക്യൂഷൻ. ഇനി എന്തെല്ലാം നിയമ നടപടികളാണ് ലോഞ്ച് ചെയ്യുക, നിയമ നടപടികൾ എടുക്കാം എന്നുള്ളതാണ് സെക്ഷൻ 42 പറയുന്നത്. അപ്പോൾ ഞാനത് പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ആക്ച്വലി പോയിൻ്റ് വൈസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റ് കാണുമ്പോൾ തന്നെ അതിലെ കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻസ്പെക്ഷൻ ആൻഡ് ഡ്രോയിങ് സാമ്പിൾസ്. അപ്പോൾ ആദ്യം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇൻസ്പെക്ഷൻ ആൻഡ് ഡ്രോയിങ് സാമ്പിൾസ്, അവിടെ ചെന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുക. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. The food safety officer shall responsible for inspection of food business, drawing samples and sending them to food analyst for analysis. അതിവിടുന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ഫുഡ് അനലിസ്റ്റിന് അയച്ചു കൊടുക്കുക. സെക്കൻഡ് പോയിൻ്റ് എന്താണ്, അനലൈസ് എ സാമ്പിൾ. അപ്പോൾ ആ വേർഡ് നമ്മൾ പോയിൻ്റ് പഠിച്ച് വെച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഉള്ളടക്കം കിട്ടും. അതിന് വേണ്ടി ഞാൻ പോയിൻറ്റ്സ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അനലൈസ് ദ സാമ്പിൾ. The food analyst shall analyze the sample. After receiving the sample
from food safety officer and send a report within 14 days to designated officer mentioning method of sampling analysis with a copy to commissioner of food safety. ഫുഡ് അനലിസ്റ്റ് എന്ത് ചെയ്യണം? ഈ കിട്ടിയ സാമ്പിള് പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് 14 ദിവസത്തിനുള്ളിൽ ആർക്ക് അയച്ചു കൊടുക്കണം? ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ റിപ്പോർട്ടിൽ എന്ത് മെത്തേഡാണ്, എന്താണ് സാമ്പിളിങ്ങിന് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തതെന്നുള്ളത് ക്ലാരിഫൈ ചെയ്തിട്ട് അറിയിക്കണം. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ആർക്ക് കൂടി അയക്കണം? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്കും അയക്കണം. മനസ്സിലായോ? അപ്പോൾ ഫുഡ് അനലിസ്റ്റ് ഫുഡ് എങ്ങനെയാണോ അത് സാമ്പിൾസ് അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. ആർക്ക്? ടു ദ ഫ്രം ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയച്ചു കൊടുക്കണം. അത് ഒരു കോപ്പി ഫുഡ് കമ്മീഷണർക്കും വെക്കണം. തേർഡ് പോയിന്റ്, ഡിസിഷൻ ഓഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. അപ്പം ആദ്യം ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്തു? സാമ്പിൾസ് കളക്ട് ചെയ്തു, അത് അയച്ചു കൊടുത്തു, അനലിസ്റ്റിന് അയച്ചു കൊടുത്തു. അനലിസ്റ്റ് അത് അനലൈസ് ചെയ്തിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുത്തു. ഇനി ഡിസിഷൻ ഓഫ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ത് തീരുമാനമാണ് എടുക്കുക? ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആഫ്റ്റർ സ്ക്രൂട്ടിനി ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ഫുഡ് അനലിസ്റ്റ് ഷാൾ ഡിസൈഡ് വെദർ ദ കോൺട്രവെൻഷൻ ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ഓൺലി. അപ്പോൾ അത് കഴിഞ്ഞ് ഡിസിഷൻ എടുക്കാം. ഈ കേസ് ഫൈൻ ചുമത്തിയാൽ മതിയോ അതോ ജയിലിലേക്ക് അയക്കേണ്ട കുറ്റമാണോ എന്നുള്ളത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് തീരുമാനിക്കാം. ഇൻ ദ കേസ് ഓഫ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഹി ഷാൾ സെൻഡ് ദ റെക്കമെൻഡേഷൻ വിത്തിൻ 14 days ടു കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഫോർ സാങ്ഷനിങ് പ്രോസിക്യൂഷൻ. അപ്പോൾ ഇത് ഇംപ്രിസൺമെൻറ്റ്, അതായത് കുറ്റകൃത്യം വളരെ വലുതാണ്, ജയിലിലേക്ക് അയക്കേണ്ട ഒരു കുറ്റമാണോ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് 14 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസിക്യൂഷൻ, നിയമ നടപടികൾക്ക് സാങ്ഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം. ആക്ഷൻ ടേക്കൺ ബൈ ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ നോക്ക്, ഓരോരോ ഇതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം ഫുഡ് സേഫ്റ്റി ഓഫീസർ അത് കളക്ട് ചെയ്തു, സാമ്പിൾസ് കളക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഫുഡ് അനലിസ്റ്റിന് അയച്ചു കൊടുത്തു. ഫുഡ് അനലിസ്റ്റ് അത് പരിശോധിച്ചതിന് ശേഷം ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് റിപ്പോർട്ട് കൊടുത്തു. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ത് ചെയ്തു? അത് നന്നായി വിശദമായി പരിശോധിച്ചിട്ട് ഏത് തരത്തിലുള്ള പനിഷ്മെൻ്റ് ആണോ കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞ് അത് ആർക്ക് അയച്ചു കൊടുത്തു? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് അയച്ചു കൊടുത്തു. ഇനി ആക്ഷൻ ടേക്കൺ ബൈ ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. ഇനി അതിനെന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്നാണ്. ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഷാൽ if he seems fit decide within the period prescribed by the central government as per the gravity of offence whether the matter be referred to. അപ്പോൾ ഈ ചെയ്ത കുറ്റത്തിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഓരോരോ കുറ്റങ്ങൾക്ക് എന്തൊക്കെയാണ് ശിക്ഷ എന്ന്. അപ്പോൾ അതനുസരിച്ച് ചെയ്ത കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? ശിക്ഷ വിധിക്കാം. അപ്പോൾ അതിലെന്താണ്? എ court of ordinary jurisdiction in case of offence punishable with imprisonment for a term of 3 years. അപ്പോൾ കുറ്റകൃത്യം സാധാരണ ഒരു കോടതിയിൽ പോയിട്ട് വാദിച്ച് 3 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന കേസാണെങ്കിൽ അങ്ങനെ ഒരു സാധാരണ ഓർഡിനറി ജൂറിസ്ഡിക്ഷനിൽ പോയിട്ട് വാദിച്ച് അവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ കൊടുക്കാം. In case of offence punishable with imprisonment for a term exceeding 3 years, a special court is established, and in case no special court is established, such case shall be tried by a court of ordinary jurisdiction. അപ്പോൾ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ട കേസാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടൊരു കോർട്ട്, ഒരു കോടതി നിയമിക്കാം. ഇൻ കേസ് സ്പെഷ്യലായിട്ടൊരു കോടതി ഇല്ലയെന്ന് വയ്ക്കുക, അപ്പോൾ എന്ത് ചെയ്യും? ഓർഡിനറി ജൂറിസ്ഡിക്ഷനിൽ തന്നെ പോയിട്ട് അവർക്ക് എന്താണോ ശിക്ഷ അത് വാങ്ങിക്കൊടുക്കാം. മനസ്സിലായി? അപ്പോൾ അത് ഡിസിഷൻ ആരാണോ എടുക്കേണ്ടത്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ നോർമൽ 3 years ആണ്. 3 yearsൽ എക്സീഡിങ് ആണെങ്കിൽ സ്പെഷ്യൽ കോർട്ട് വേണം. പക്ഷേ സ്പെഷ്യൽ കോർട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഓർഡിനറി കോർട്ടിൽ തന്നെ ഇവർക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ശിക്ഷ വിധിക്കാം. ദെൻ നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റ് ദ ഡിസിഷൻ. ഇനി ഡിസിഷൻ എടുത്തു അല്ലേ, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ അത് എടുത്തു. അപ്പോൾ ഇനി അത് എല്ലാവരും അറിയിക്കണം. ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഡിസിഷൻസ് to the designated officer and the concerned food safety officer
who shall launch prosecution before courts of ordinary jurisdiction or special courts if such case, and such communication shall also send to the purchaser if the sample was taken under section 40. അപ്പോൾ എന്താണ് ഇത് ആരൊക്കെ അറിയിക്കണം? ആദ്യം സാമ്പിൾ കളക്ട് ചെയ്ത ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് അല്ലേ. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറെ അറിയിക്കണം, ഡെസിഗ്നേറ്റഡ് ഓഫീസറെ അറിയിക്കണം, എന്താണോ ഏത് കോടതിയിൽ നിന്നാണോ ശിക്ഷ വിധിച്ചത്, എന്താണോ വിധിച്ചത് എന്നുള്ള എല്ലാ കാര്യവും അവരെ അറിയിച്ചിരിക്കണം. പിന്നെയോ സെക്ഷൻ 40 പ്രകാരം ആരെങ്കിലും ഒരു വ്യക്തികളാണ് ഇപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചു, അപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിയ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെയും അറിയിച്ചിരിക്കണം. ആരാണോ പരാതി കൊടുത്തത്, ഈ പ്രോഡക്റ്റിനെ പറ്റി ആരാണോ പരാതി കൊടുത്തത് ആ പരാതിക്കാരനെ ഇത് അറിയിച്ചിരിക്കണം. അപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസറെ അറിയിക്കണം, ഡെസിഗ്നേറ്റഡ് ഓഫീസറെ അറിയിക്കണം, വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പർച്ചേസറാണ് കംപ്ലയിൻറ്റ് ചെയ്തെങ്കിൽ അവരെയും അറിയിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ചാപ്റ്റർ 8 അനാലിസിസ് ഓഫ് ഫുഡാണ്. അപ്പോൾ അനാലിസിസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമ്പിൾ കളക്ട് ചെയ്തു, അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റിൻ്റെ അടുത്ത് കൊടുക്കും അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നാണ് സെക്ഷൻ 43 ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? അക്രഡിറ്റേഷൻ. The Food Authority may notify laboratories and research institutions accredited by National Accreditation Board for testing and calibration laboratories or any other accreditation agency for the purpose of carrying out analysis of samples by the food analysts under this act. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫുഡ് അതോറിറ്റി ഏതൊക്കെ ലാബിനാണോ അക്രഡിറ്റേഷൻ ഉള്ളതെന്ന് നോക്കണം. അതായത് നമ്മുടെ സെൻട്രൽ നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ അവർ നമുക്ക് അക്രഡിറ്റേഷൻ തരും, ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉള്ള ലാബ്സ് കണ്ടെത്തി അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രൊസീജിയർ, അക്രഡിറ്റേഷൻ. അപ്പോൾ അക്രഡിറ്റേഷൻ കിട്ടിയ ലാബുകളും അതുപോലെ തന്നെ അതർ ഏജൻസി, അക്രഡിറ്റേഷൻ ഏജൻസി, അതായത് എന്തിനു വേണ്ടിയിട്ട്? ഈ അനാലിസിസ് സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ലാബ്സോ അല്ലെങ്കിൽ അതിനുള്ള ഏജൻസിയോ ഏതൊക്കെയാണ് സർട്ടിഫൈഡ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫുഡ് അതോറിറ്റിയുടെ ഡ്യൂട്ടി. ദെൻ സെക്കൻഡ് വൺ ഈസ് എസ്റ്റാബ്ലിഷ് ഓർ റെക്കഗ്നൈസ്ഡ്. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതിനാണോ യോഗ്യത അതിനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടെത്തുക. എസ്റ്റാബ്ലിഷ് ഓർ റെക്കഗ്നൈസ്, അവരെ ആദ്യം ഏതിനൊക്കെയാണ് അക്രഡിറ്റേഷൻ ലാബ്സ് എന്ന് കണ്ടെത്തി അതിൽ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇവരുടെ പർപ്പസ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അതാണ് സെക്കൻഡ് പ്രൊസീജിയർ. ദ ഫുഡ് അതോറിറ്റി ഷാൽ എസ്റ്റാബ്ലിഷ് ഓർ റെക്കഗ്നൈസ് ബൈ നോട്ടിഫിക്കേഷൻ വൺ ഓർ more food laboratories to carry out the functions entrusted to the referral food laboratory by this act or any rules and regulations made thereunder. അപ്പോൾ ബൈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും? ഒരു അറിയിപ്പോട് കൂടിയിട്ട് ഫുഡ് അതോറിറ്റി ഒരു ലാബിനെയോ അല്ലെങ്കിൽ കുറേ ഒന്നിലധികം ലാബുകളെയോ സെലക്ട് ചെയ്യും. ഫ്രെയിം റെഗുലേഷൻസ്. ദ ഫുഡ് അതോറിറ്റി മേ ഫ്രെയിം റെഗുലേഷൻസ് സ്പെസിഫൈയിങ്. ഇനി എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കുക. അതായത് ഇവർക്ക് ചെയ്യേണ്ട ഈ ലാബ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ലാബ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഫുഡ് അതോറിറ്റി പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ്? ഫങ്ഷൻസ്. ആദ്യമായിട്ട് ഫങ്ഷൻസ് ആണ്. അതെന്താണ്? ദ ഫങ്ഷൻ ഓഫ് ഫുഡ് ലബോറട്ടറി ആൻഡ് റെഫറൽ ഫുഡ് ലബോറട്ടറി ആൻഡ് ദ ലോക്കൽ ഏരിയ ഓർ ഏരിയാസ് വിത്തിൻ വിച്ച് സച്ച് ഫങ്ഷൻസ് മേ ബി ക്യാരിഡ് ഔട്ട്. ഏതൊക്കെ ഫങ്ഷൻസ് ഓഫ് ഫുഡ് ലബോറട്ടറി അതായത് ഇതൊക്കെയാണ് നിങ്ങളുടെ കടമകൾ, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഫുഡ് അതോറിറ്റി. പിന്നെ പ്രൊസീജിയർ ഫോർ സബ്മിഷൻ, റിപ്പോർട്ട്, ഫീസ്. അപ്പോൾ പിന്നെ അടുത്തത് എന്തൊക്കെയാണ്? ഈ റിപ്പോർട്ട് കൊടുക്കണം അല്ലേ, ഫുഡ് ലാബിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. അതുപോലെ ഇവർക്ക് ഫീസ് എത്രയാണ്, അതുപോലെ ഇത് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളത് അവർക്ക് ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അതായത് പ്രൊസീജിയർ ഫോർ സബ്മിഷൻ, റിപ്പോർട്ട്സ്, ഫീസ് സ്ട്രക്ചർ എക്സെട്ര. ദ പ്രൊസീജിയർ ഫോർ സബ്മിഷൻ ടു ദ ലബോറട്ടറി ഓഫ് സാമ്പിൾസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ഫോർ അനലൈസ് ഓർ ടെസ്റ്റ്, ദ ഫോംസ് ഓഫ് ദ ലബോറട്ടറീസ് റിപ്പോർട്ട്, the fees payable in respect of reports. അപ്പോൾ ഏത് വിധത്തിലാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്, അതുപോലെ ഏത് വിധത്തിലാണ് അനലൈസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് അവരുടെ ഫീസ് സ്ട്രക്ചർ, അതെല്ലാ കാര്യങ്ങളുടെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഫുഡ് ലാബിന് പറഞ്ഞു കൊടുക്കും ഫുഡ് അതോറിറ്റി.
such other matters necessary to enable the laboratory to carry out its functions effectively. ഇനി മറ്റു പല കാര്യങ്ങളും ഈ ലാബിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ വേണ്ടി വേറെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതും ആര് പറഞ്ഞു കൊടുക്കും? ഫുഡ് അതോറിറ്റി ലാബിനെ അറിയിച്ചിരിക്കും. അപ്പോൾ ആദ്യം അക്രഡിറ്റേഷനുള്ള ലാബ്സിൻ്റെ ലിസ്റ്റ് എടുക്കണം. അത് ഇവർ കണ്ടുപിടിച്ചിട്ട് അതിനെ നോട്ടിഫിക്കേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവരെ ആ ഫങ്ഷൻസോ എല്ലാം ഇവരുടെ എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുടെ ഒരു ധാരണ കൊടുക്കണം. പിന്നെ അടുത്തത് സെക്ഷൻ 44 ആണ്. റെക്കഗ്നേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓർ ഏജൻസി ഫോർ ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്. ഫുഡ് സേഫ്റ്റി ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയോ കണ്ടുപിടിക്കുക. The Food Authority may recognize any organization or agency for the purpose of food safety audit and checking compliance with food safety management systems required under this act. ഇപ്പോൾ ഇവരുടെ കണക്കും കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസീനെ, അതായത് ഫുഡ് അതോറിറ്റിയുടെ എല്ലാ ചെലവ് കണക്കുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയോ റെക്കഗ്നൈസ് ചെയ്യും. അതാണ് സെക്ഷൻ 44. നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 45, ഫുഡ് അനലിസ്റ്റ്സ്. ഈ ഫുഡ് അനലിസ്റ്റ്സിന്, അതായത് സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ അതിനെക്കുറിച്ചാണ് സെക്ഷൻ 45 പറയണത്. ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി മേ അപ്പോയിൻറ്റ് സച്ച് പേഴ്സൺ ആസ് ഹി തിങ്സ് ഫിറ്റ്. ഇതിന് യോഗ്യനാണ് അല്ലെങ്കിൽ ബൈ ക്വാളിഫിക്കേഷൻ ഇയാൾ അർഹതപ്പെട്ടവനാണ് എന്ന് ബോധ്യപ്പെട്ട കമ്മീഷണർക്ക്, ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം ഫുഡ് അനലിസ്റ്റിനെ ബൈ നോട്ടിഫിക്കേഷൻ. ഒരു അറിയിപ്പ് കൊടുത്തിട്ടൊക്കെയാണ് പറ്റുള്ളൂ. പിന്നെ ഹാവിങ് ദ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ആദ്യം തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് നോട്ടിഫിക്കേഷനിലൂടെ അറിയിക്കാം. അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ യോഗ്യതകളുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാം. For such local areas as may be assigned to them by the Commissioner of Food Safety. Food Safety Officer, Commissioner of Food Safety ഇവർക്കുള്ള ഏരിയാസ് അലോട്ട് ചെയ്യാം. എവിടെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. No person who has any financial interest in the manufacture or sale of any article of food shall be appointed as food analyst under this section. ആർക്കെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയാകുമ്പോൾ ഇവർ കള്ളത്തരങ്ങളൊക്കെ ചെയ്യും അല്ലേ? ഇപ്പോൾ സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഇത് മായം ചേർത്താണെങ്കിൽ ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ പൈസയ്ക്ക് ഒട്ടും പൈസ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യില്ല. Different food analysts may be appointed for different articles of food. ഓരോ ഫുഡ് ആർട്ടിക്കിൾസിന് വേണ്ടി ഓരോ ഫുഡ് അനലിസ്റ്റിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ കേസിനും വേറെ വേറെ ആളുകളായിരിക്കും. അത് ഒരു ഫുഡ് അനലിസ്റ്റ് ആയിരിക്കില്ല, എല്ലാ ഫുഡിനെ പറ്റിയുള്ള ആർട്ടിക്കിൾസിനെ നോക്കാനുള്ള ഒരാളായിരിക്കില്ല. അപ്പോൾ ഇനി അതിപ്പോൾ സെക്ഷൻ 45 നമ്മൾ പറഞ്ഞ എന്താണ്? ഫുഡ് അനലിസ്റ്റ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ യോഗ്യതകളുള്ള ആളെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അവർ നല്ല ശരിയായ അവരുടെ കടമ നിർവഹിക്കണം. വിത്തൗട്ട് മണി, പൈസയ്ക്ക് വേണ്ടി ഒന്നും ആയിരിക്കരുത്. സെക്ഷൻ 46 എന്താ പറയുന്നത്? ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനലിസ്റ്റ്. ഇത് എന്തൊക്കെയാണ് ഫുഡ് അനലിസ്റ്റിൻ്റെ ഫങ്ഷൻസ്, കടമകൾ? അപ്പോൾ അത് ഞാൻ പോയിന്റ് വൈസാണ് എഴുതിയിരിക്കുന്നത്. കമ്പാരിസൺ. On receipt of a package containing a sample for analysis from a food safety officer or any other person, the food analyst shall compare the seal on the container and the outer cover with specimen impression received separately and shall note the conditions of the seal. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അതായത് പുറത്ത് എഴുതിയിട്ടുള്ളതും ഉള്ളിലുള്ള സാമ്പിളും ഒന്നാണോ? ചിലപ്പോൾ പുറത്തുള്ള വേറെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ഉള്ളിൽ വേറെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണോ അതിൻ്റെ പുറത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് അനലിസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കുക സാമ്പിൾസ്. അപ്പോൾ സാമ്പിൾ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വസ്തു തന്നെയാണോ പുറത്ത് എഴുതിയിട്ടുള്ളത്, അങ്ങനെ സീലിലുള്ളതെല്ലാം കറക്റ്റാണോ, അപ്പോൾ എല്ലാം അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം കറക്റ്റാണോ എന്നുള്ളത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതുപോലെ കമ്പയർ ചെയ്യണം. ഉള്ളിലത്തെയും പുറത്തത്തെയും സാധനം ഒന്നാണോ എന്നുള്ളത് കമ്പയർ ചെയ്യണം. പിന്നെ ഇൻ കേസ് എ സാമ്പിൾ കണ്ടെയ്നർ റിസീവ്ഡ് ബൈ ദ ഫുഡ് അനലിസ്റ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻ ബ്രോക്കൺ കണ്ടീഷൻ or unfit for analysis, he shall inform the designated officer within a period of 7 days from the date of receipt and send requisition to him for sending second
പാർട്ട് ഓഫ് സാമ്പിൾ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിയതാണോ അല്ലെങ്കിൽ സാമ്പിളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അപ്പം തന്നെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ അറിയിക്കണം. എപ്പോൾ അറിയിക്കണം? 7 ദിവസത്തിനുള്ളിൽ. സാധനം കിട്ടിയിട്ട് 7 ദിവസത്തിനുള്ളിൽ ഫുഡ് സേഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ അറിയിച്ചിട്ട് വേറെ സാമ്പിൾ വരുത്താനുള്ള നടപടിക്രമം നോക്കണം. അനാലിസിസ്. ഇനി അത് കിട്ടി, സാമ്പിൾ കൈ കിട്ടി, അതും കമ്പയർ ചെയ്ത് നോക്കി, ഇൻസ്പെക്ട് ചെയ്തോ ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയിച്ചു. ഇനി രണ്ടാമത് സാമ്പിൾ വന്നു. ഇപ്പം അനാലിസിസ്. ഇനി അത് ചെക്ക് ചെയ്യുക, അനലൈസ് ചെയ്യാണ്. The food analyst should cause to be analyzed such samples of articles of food as may be sent to him by food safety officer or any other person authorized under this act. അപ്പോൾ ഫുഡ് അനലിസ്റ്റ് ഇതിന് ചെക്ക് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്ത് സാമ്പിൾസ് ആണോ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ നിന്നോ കിട്ടിയത്, അത് സാമ്പിൾസ് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് സെൻഡിങ്. The food analyst should send the following within 14 days from the date of receipt of samples for analysis. ഒരു സാമ്പിൾ കിട്ടി, അപ്പോൾ അത് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് 14 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. എന്തിൻ്റെയാണ്? Where such sample is received under section 38 or section 47, 4 copies of the report indicating the method of sampling and analysis to the designated officer. എന്ത് ചെയ്യണം? 4 കോപ്പി, റിപ്പോർട്ടിൻ്റെ 4 കോപ്പി ആർക്ക് അയച്ചു കൊടുക്കണം? ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുണ്ടാവേണ്ടത്? എന്ത് വിധത്തിലാണ്, ഏത് മെത്തേഡാണ് സാമ്പിളിങ്ങിന് യൂസ് ചെയ്തത്, അതുപോലെ എന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതിയ ഒരു 4 കോപ്പി ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയച്ചു കൊടുക്കണം. സെക്കൻഡ് വൺ എന്താണ്? വേർ സച്ച് സാമ്പിൾ ഇസ് റിസീവ്ഡ് അണ്ടർ സെക്ഷൻ 40, a copy of the report indicating the method of sampling and analysis to the person who had purchased such article of food with a copy to the designated officer. ഇനി ഏതെങ്കിലും വ്യക്തികൾ സെക്ഷൻ 40 അണ്ടർ സെക്ഷൻ 40 ഏതെങ്കിലും വ്യക്തികളാണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്തിരിക്കണം? ഇതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണം, റിപ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി ആർക്ക് കൂടി അയക്കണം? ഡെസിഗ്നേറ്റഡ് ഓഫീസറിനും വെക്കണം. In case the sample cannot be analyzed within 14 days of its receipt, the food analyst shall inform the designated officer and the Commissioner of Food Safety, giving reasons and specifying the time taken for analysis. അപ്പോൾ ഇനി 14 ദിവസത്തിനുള്ളിൽ അനലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഫുഡ് അനലിസ്റ്റ് അത് നേരെ ഡെസിഗ്നേറ്റഡ് ഓഫീസറെ അറിയിക്കണം, അതുപോലെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിനെ അറിയിച്ച് കാരണം അറിയിക്കണം. എന്തുകൊണ്ടാണ് എനിക്കത് അനലൈസ് ചെയ്യാൻ പറ്റാതിരുന്നത്, ഇനി ഞാൻ എത്ര ദിവസത്തിനുള്ളിൽ അനലൈസ് ചെയ്ത് കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ആരെ അറിയിച്ചിരിക്കണം? ഡെസിഗ്നേറ്റഡ് ഓഫീസറെയും അതുപോലെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയെയും അറിയിച്ചിരിക്കണം. അപ്പീൽ. An appeal against the report of food analyst shall lie before the designated officer. Refer the matter to the referral food laboratory as notified by the Food Authority of India. ഇനി ഒരു അപ്പീൽ കൊടുക്കാം. ആരുടെ? ഈ റിപ്പോർട്ടിന്, ഫുഡ് അനലിസ്റ്റിൻ്റെ റിപ്പോർട്ടിന് എഗൻസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു അപ്പീൽ പോവാം. ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പീൽ കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് എന്ത് ഫങ്ഷൻസ് ഓഫ് ദ ഫുഡ് സേഫ്റ്റി, ഫങ്ഷൻസ് ഓഫ് ദ ഫുഡ് അനലിസ്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സെക്ഷൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് തരിക കേട്ടോ. കമൻറ്റ്സ് തരുമ്പോഴേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പോയിൻ്റ് വൈസ് എഴുതിയതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം താങ്ക് യു.